പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ടുള്ള വികസനമാണ് നാടിന് ആവശ്യമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. മുണ്ടേരിക്കടവ് ഇക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏകദിന ശില്പശാല മുണ്ടേരി PHC ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കാനുള്ള പോരാട്ടം ഏറെ മുന്നോട്ടു പോയാൽ മാത്രമേ ഭൂമിയുടെ സ്വാഭാവികത നിലനിർത്താൻ കഴിയൂ. വികസനത്തിനൊപ്പം പ്രകൃതിയും നിലനിൽക്കണം. ദേശാടന പക്ഷി വൈവിധ്യങ്ങളാൽ സമ്പന്നമായ മുണ്ടേരിക്കടവ് പ്രകൃതിയുടെ സംഭാവനയാണ്. ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് വിനോദസഞ്ചാര മേഖലയുടെ വികസനം കൂടി സാധ്യമായാൽ മുണ്ടേരിയും അതിലൂടെ സംസ്ഥാനവും ലോകശ്രദ്ധയിലെത്തുമെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. പക്ഷി വൈവിധ്യങ്ങളും നിരവധി മത്സ്യങ്ങളും ജന്തുക്കളും എല്ലാം അതെല്ലാം വാസ്തവത്തിലൊരു അത്ഭുതകരമായ ജന്മസിദ്ധമായ ഒരു അനുഗ്രഹീതമായ സംഭാവന എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇതൊക്കെ സംരക്ഷിക്കണം. അതിന് പുറമെയാണ് നമ്മുടെ ചിത്രശലഭങ്ങൾ. ആ ചിത്രശലഭങ്ങൾ സൃഷ്ടിക്കപ്പെട്ട സന്ദർഭത്തിലായിരുന്നു ഞാൻ അന്ന് പറഞ്ഞിരുന്നത്. അതിൻ്റെ പരിശോധകന്മാരും പരീക്ഷയിൽ പങ്കെടുക്കുന്നവരും എല്ലാം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കുറച്ചായിരുന്നു നിരക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നാണ് കാരണം. അപ്പോൾ ചിത്രശലഭങ്ങളായിരുന്നാലും പക്ഷികളായിരുന്നാലും ഇത് ഒരു പ്രകൃതിയിലെ അമൂല്യമായ സംഭാവനയാണ്. ഈ അനുഗ്രഹീതമായ സംഭാവന എല്ലായിടത്തും കണ്ണൂർ ജില്ല എല്ലായിടത്തും ഇല്ല, ഇവിടെ. അത് പ്രയോജനപ്പെടുത്താൻ ഇനി എന്തെല്ലാം സാധിക്കണം? ഈ ശില്പശാലയുടെ വിനീതമാക്കപ്പെടുന്ന സന്ദേശം അതായിരിക്കണം. മുണ്ടേരിയിലെ പക്ഷികൾ എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി പഠന വകുപ്പ് മുൻ കോഴ്സ് ഡയറക്ടർ ഡോക്ടർ ഖലീൽ ചൊവ്വ, പക്ഷി നിരീക്ഷണവും ജീവനോപാധി അവസരവും എന്ന വിഷയത്തിൽ വന്യജീവി ജീവശാസ്ത്രജ്ഞൻ AC അർജുൻ, മുണ്ടേരിക്കടവ് ഇക്കോ ടൂറിസം വികസനവും തൊഴിലവസരങ്ങളും എന്ന വിഷയത്തിൽ തെന്മല ഇക്കോ ടൂറിസം പ്രൊജക്ട് എക്സിക്യൂട്ടീവ് D മനോജ് കുമാർ എന്നിവർ ക്ലാസ്സെടുത്തു. പരിസ്ഥിതിക്ക് ദോഷം തട്ടാതെ തദ്ദേശവാസികൾക്ക് ഗുണമുണ്ടാകുന്ന രീതിയിലാണ് പദ്ധതി നടപ്പാക്കുകയെന്ന് D മനോജ് കുമാർ പറഞ്ഞു. പരിസ്ഥിതിക്ക് ദോഷം തട്ടാത്ത രീതിയിൽ തദ്ദേശവാസികൾക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ ചെയ്യേണ്ടതുകൊണ്ടാണ് ആ ഒരു സമയം നമുക്ക് കുറച്ച് എടുക്കേണ്ടി വന്നത്. അത് പോയത് നമ്മൾക്ക് അനുഗ്രഹമായിട്ട് മാത്രമേ ഭവിക്കുള്ളൂ എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. കാര്യം ആ സമയത്തിനുള്ളിൽ നമുക്ക് നേടാൻ കഴിഞ്ഞ വളരെ ഏറെ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്നത്തെ ശില്പശാലയുടെ ഒരു ഉദ്ദേശം, അത് ഇതിനൊരു തുടർച്ചയായിട്ട് ഇനി ഒരു ശില്പശാലയിൽ നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം കൂടെ ഉണ്ടാവും. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പ്രദേശവാസികൾക്ക് കച്ചവടം എന്നൊരു മൈൻഡ് സെറ്റ് ഇല്ല. കച്ചവടമാണല്ലോ ടൂറിസം എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റ് ഇല്ല. ഇതിൽ കച്ചവടത്തിലുപരി അവർക്ക് എങ്ങനെ പങ്കാളിത്തം കൊണ്ടുവരാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തദ്ദേശവാസികളെ എങ്ങനെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ഗുണപ്രദമായ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അനീഷ അധ്യക്ഷത വഹിച്ചു. PK പ്രമീല, A പങ്കജാക്ഷൻ, K ബിന്ദു, M പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കരക്കൽ.